ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 2014 ഞാൻ നടത്തിയ ഇസ്രായേൽ, ഈജിപ്റ്റ്, ജോർദാൻ യാത്രകളിലെ രസകരമായ ചില സംഭവങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നത്. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് ഇസ്രായേലിൽ നിന്ന് ഈജിപ്തിലെ ബോർഡർ കടന്നപ്പോൾ നടന്ന ഒരു സംഭവം. അന്ന് ഈജിപ്തിലെ ഹോട്ടലിലേക്കുള്ള യാത്രക്കിടയിൽ ടൂർ ഗൈഡുമായിട്ടുണ്ടായ ഒരു ചെറിയ വിറസലും ഇതൊക്കെയാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ ഇസ്രായേലിലെ സുന്ദരമായ കാഴ്ചകളുടെ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ ടൂർ ഗൈഡ് ഞങ്ങൾക്ക് ഈജിപ്തിലേക്കുള്ള ഒരു ചെറിയ ഹിസ്റ്ററിയൊക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിലേക്കാണ് യാത്ര ചെയ്യേണ്ടത്. പലായനം ചെയ്ത് ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിലേക്കാണല്ലോ. പക്ഷേ ഇത് ഇസ്രായേലിന് ഈജിപ്തിലേക്കാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്, നേരെ തിരിച്ചാണ്. അപ്പോൾ കുറച്ച് രാവിലെ തന്നെ ഒരു 10-50 കിലോമീറ്റർ യാത്ര ചെയ്യണമെന്ന് തോന്നുന്നു. അതിനുശേഷമാണ് ഈ ഇസ്രായേൽ ടു ഈജിപ്റ്റ് ബോർഡറിൽ ചെല്ലുന്നത്. അത് ഇസ്രായേലിലെ ജനങ്ങൾക്കും ടൂറിസ്റ്റുകൾക്കും ഉള്ള ബോർഡറാണ്. താബ ടെർമിനൽ എന്ന് പറയും. പിന്നെയുള്ളത് പാലസ്തീൻ ജനതയ്ക്കുള്ള ബോർഡർ എൻട്രി പോയിന്റാണ് ഗാസ സ്ട്രിപ്പ്. ഇപ്പോൾ അവിടെയാണുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ താബ ടെർമിനലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. അത്യാവശ്യം ചെക്കിങ്ങും കാര്യങ്ങളും പട്ടാളക്കാരും തോക്ക് പിടിച്ചുകൊണ്ടൊക്കെ അവിടെ നിൽപ്പുണ്ട്. അവരുടെ നോട്ടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചുമ്മാ ഒരു ലേസിനെസ് ആയിട്ടുള്ള നിൽപ്പല്ല, ശരിക്കും എപ്പം എന്തും ആക്ഷനും എടുക്കാനുള്ള മാനസിക ഒരു തയ്യാറെടുപ്പോടുകൂടിയാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ലഗേജ് എല്ലാം ഇറക്കി ഒരു കൊറിഡോറിൽ കൂടെ ഞങ്ങളെ കടത്തി വിട്ടു. പക്ഷേ കൊറിഡോറിൻ്റെ അപ്പുറം ഏരിയ ഈജിപ്റ്റാണ്, അങ്ങോട്ട് കിടക്കാൻ ഞങ്ങളെ സമ്മതിച്ചില്ല. വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ. കുറച്ചേറെ സമയം ഞങ്ങൾ കൊറിഡോറിൽ ഇങ്ങനെ ഇരുന്ന കാഴ്ച, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടി പോകുന്ന കാഴ്ചകളൊക്കെ ഉണ്ട്. വെയിലുണ്ട്, നല്ല ചൂടുണ്ട്. ഇതെന്താണ് ഇവിടെ ഞങ്ങളെ നിർത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. മോർണിംഗ് ടൈം ആയതുകൊണ്ട് ഇമിഗ്രേഷൻ്റെ ഓഫീസ് തുറന്നിട്ടില്ല, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വൈദികന് ആ ബോർഡർ ഏരിയയിലെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എപ്പോൾ പിടിച്ചെന്ന് ഓർത്തോണ്ടാൽ മതി. പട്ടാളക്കാരൻ തോക്കുമായിട്ട് വന്നു, അച്ഛനെ പിടിച്ചു. അച്ഛൻ്റെ കയ്യിൽ നിന്ന് മൊബൈല് മേടിച്ച് നോക്കി ഏതൊക്കെ ഫോട്ടോസാണ് ഇപ്പോൾ എടുത്തതെന്ന് അച്ഛനോട് ചോദിച്ചു. അത് മുഴുവൻ അവിടെ ആ സ്പോട്ടിൽ തന്നെ ഡിലീറ്റ് ചെയ്തിട്ടാണ് അച്ഛന് മൊബൈൽ തിരിച്ചു കൊടുത്തത്. അപ്പം കനത്ത നിയമങ്ങളാണ് അവിടെ ഉള്ളത്. അത് നമ്മൾ ഇനി എന്ന് പോയാലും പോയാലും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സുരക്ഷ അവർക്ക് അതിപ്രധാനമാണ്. അപ്പോൾ ഏത് രാജ്യത്തു നിന്ന് വന്നോ ഇതൊന്നും അല്ല അവർ നോക്കുന്നത്. അവർക്ക് നിയമത്തിന് വിധേയമായിട്ടുള്ള എന്ത് ചെയ്താലും അവർ പിടിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈജിപ്തിലേക്ക് കയറാനുള്ള ഞങ്ങളെ ലഗേജ് എല്ലാവരും എടുത്തുകൊണ്ട് പോകാനുള്ള സമയമായി. അപ്പോൾ ഈ ലഗേജ് കൊണ്ടു നടക്കുന്ന ഏരിയ മുഴുവൻ പൊടി നിറഞ്ഞ് കിടക്കുവാണ്. ഒരു പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്നു പോയാൽ ദേഹത്ത് മുഴുവൻ പൊടിയാണ്, അത്രയും പൊടിയാണ് അവിടെ. അപ്പോൾ ഈ പൊടിയുടെ അകത്തൂടെ ലഗേജ് വലിച്ചുകൊണ്ട് പോയി എൻ്റെ ബാഗ് ചിലം കീറുകയും കൂടെ ചെയ്തു. ഇതെല്ലാം കൂടെ ചുമന്നുകൊണ്ട് പോകാനുള്ള സൗകര്യമില്ല, കൈ നിലത്തോടാതെ കൊണ്ടുപോകാനുള്ള സൗകര്യമില്ല. അപ്പോൾ കുറച്ച് ബാഗ് ലഗേജ് ട്രോളി വലിച്ചുകൊണ്ട് പോയതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഡാമേജ് വന്നു ലഗേജിന്. അപ്പോൾ ഈ ഇമിഗ്രേഷൻ ഓഫീസിൽ കയറിയപ്പോഴാണ് അറിയുന്നത് ഇവിടെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വലിയ ഒരു പ്രളയം ഉണ്ടായി, ജലപ്രളയം. അപ്പോൾ ഈ ഇമിഗ്രേഷൻ്റെ ഓഫീസ് മുഴുവൻ നശിച്ചു പോയിരിക്കുകയാണ്. ഇലക്ട്രോണിക്സിൻ്റെ യാതൊരു സാധനങ്ങളും അവിടെ ഇല്ല. സ്കാൻ ചെയ്യാനുള്ള ഉപകരണങ്ങളോ ഇതൊന്നും, കമ്പ്യൂട്ടർ ഇതൊന്നുമില്ല, എല്ലാം നശിച്ചു പോയിരിക്കുകയാണ്. അപ്പോൾ ഒരു ഓട്ടോമേറ്റഡ് ചെക്കിങ് അവിടെ നടക്കത്തില്ല. പകരം ഞങ്ങളുടെ എല്ലാം ലഗേജ് ഓപ്പൺ ചെയ്താണ് ചെക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് അവിടെ കുറച്ച് കൂലിപ്പണിക്കാരെ നിർത്തിയിരിക്കുന്ന പോലെ കുറച്ച് പേര് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ കുറച്ച് ടേബിൾ മാത്രം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അവിടെ ബാക്കി അപ്സ്റ്റേഴ്സും റാക്കുകളും ഇതെല്ലാം പൊടി നിറഞ്ഞ് നിൽക്കുകയാണ്. ഇനി അത് എത്ര ദിവസം കഴിഞ്ഞ് ടെർമിനൽ ക്ലിയർ ചെയ്യുന്നു എന്നൊന്നും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ലഗേജ് എല്ലാം ഓരോരുത്തരുടെയും ലഗേജ് തുറന്നു നോക്കി. ഒരു റാൻഡം ചെക്കിങ്, ആ ഒരു പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ചെക്കിങ് മാത്രം. ജസ്റ്റ് ഒന്ന് നോക്കും വല്ല തോക്കൊക്കെ ഉണ്ടോ എന്നുള്ളതായിരിക്കും മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ എൻ്റെ ലഗേജ് ചെക്ക് ചെയ്തപ്പോൾ വളരെ വിചിത്രമായ 1-2 സാധനങ്ങളൊക്കെ അവർക്ക് കിട്ടി. ഒന്ന്, ഞാൻ അവിടുന്ന് ഇസ്രായേലിൽ നിന്ന് എടുത്ത ഒരു കല്ല്. അപ്പോൾ ഇതൊക്കെ ഇന്ന് പൊക്കി പിടിച്ച് നോക്കിയിട്ട് അവർ അതിൻ്റെ അകത്തോട്ട് ഇട്ടു. ഞാനോടത്തിന് അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ചോദിക്കുമായിരിക്കുമെന്ന്. പിന്നെ ബെഡ് സീനെടുത്ത കുറച്ച് ചെളി ഉണ്ടായിരുന്നു, അത് അവർ നോക്കി തിരിച്ചിട്ടു. അങ്ങനെ ഇമിഗ്രേഷന് കഴിഞ്ഞ് ഈജിപ്റ്റ് ബോർഡറിലേക്ക് ഞങ്ങൾ കയറി. ഞങ്ങൾക്കുള്ള ബസ് അവിടെ വെയിറ്റ് ചെയ്യുന്നു.
അപ്പോൾ എല്ലാവരും ബസ്സിൽ കയറി. അപ്പോൾ അവിടം തൊട്ട് ഞങ്ങൾക്കൊരു ഗൈഡുണ്ട് ഈജിപ്തിലേക്ക് ഉള്ള യാത്രയ്ക്ക്. വളരെ ചെറുപ്പക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹം ഞങ്ങളുടെ ആദ്യം തൊട്ടുണ്ടായിരുന്നു ഈജിപ്തിൽ. അപ്പോൾ യാത്രക്കിടയിൽ അദ്ദേഹം ഓരോ ഹിസ്റ്ററിയൊക്കെ പറയാൻ തുടങ്ങി. ചെറുപ്പക്കാരനാണ്, നല്ല എനർജറ്റിക്കാണ്. അപ്പോൾ ഈ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരെയും അദ്ദേഹം കയ്യിലെടുക്കാനുള്ള ചില തന്ത്രങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. സംസാരത്തിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ഓഹോ ഓഹോ ഇങ്ങനെയൊക്കെ പറയും ചിലയ്ക്ക്. അപ്പോൾ എല്ലാവരും ചിരിക്കും, കൈയടിക്കും. എല്ലാവരും അദ്ദേഹത്തെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പോയി. എനിക്കും ഒരു കുഴപ്പമൊന്നും തോന്നിയില്ല, കാരണം ടൂറാണല്ലോ, എൻ്റർടൈൻ ചെയ്യണമല്ലോ കുറച്ചൊക്കെ. അപ്പം ആ രീതിയിൽ ഞങ്ങളൊക്കെ കണ്ടുള്ളൂ. പക്ഷേ ഒരാൾക്ക് മാത്രം അതത്ര ഇഷ്ടപ്പെട്ടില്ല, ടൂർ ഓപ്പറേറ്റർക്ക്. അദ്ദേഹത്തിന് ഇവനിങ്ങനെ ഓരോന്ന് പറയുന്നതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം അത് തടസ്സം പറയുകയും അതിനെ ഖണ്ഡിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത് തമ്മിൽ ചെറിയ ഉറച്ചിൽ ആദ്യമേ തന്നെ ഉണ്ടായി. ഞങ്ങൾക്ക് അതിൻ്റെ കാര്യം മനസ്സിലായില്ല. എന്നിട്ട് പിറ്റേ ദിവസം ഇത് മൂർച്ഛിച്ചു വരികയാണ് ചെയ്തത്. അപ്പോൾ അന്ന് ഞങ്ങൾ ഒരു 10-60 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അത് മരുഭൂമിയിൽ കൂടെയുള്ള യാത്രയാണ്, സിനായ് മരുഭൂമിയിൽ കൂടെയുള്ള യാത്ര. മറ്റ് ജനനിബിഡമായ സ്ഥലങ്ങളൊന്നും അല്ല, തീർത്തും മരുഭൂമി. ഒരു വശത്ത് ഈന്തപ്പഴത്തിൻ്റെ വലിയ തോട്ടങ്ങളൊക്കെ കാണാം. അങ്ങനെ ആ മരുഭൂമിയിൽ കൂടെയുള്ള യാത്ര കഴിഞ്ഞ് ഞങ്ങൾ ഈ റെഡ് സീയുടെ സമീപത്തു ഉള്ള ഒരു റിസോർട്ടിലാണ് താമസിക്കുന്നത്. വലിയ റിസോർട്ടുകളുള്ള ഒരു സ്ഥലമാണ് ഈ സീനായ് എന്ന് പറയുന്നത്. സീനായ് റെഡ് സീ ഏരിയ അല്ല. കാരണം വിദേശികൾ ഒരുപാട് അവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് തന്നെ അവിടെ ഒരു എയർപോർട്ട് ടെർമിനൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് യാത്രക്കാർക്ക് വന്ന് ലാൻഡ് ചെയ്യാനൊക്കെ. അപ്പോൾ അവിടെയുള്ള ഒരു വലിയ ഹോട്ടൽ, ഈ ഹോട്ടലിലും വെള്ളം കയറി അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും അത് ഹോട്ടൽ റൺ ചെയ്യണമായതുകൊണ്ട് അവർ മാക്സിമം അപ്ഡേറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഹോട്ടലിന് വലിയ നിലകളൊന്നുമില്ല, 2-3 നിലയേ ഉള്ളൂ. പക്ഷേ വൈഡ് ഏരിയ ആണ്. റൂമുകൾ 500 റൂമുകളുണ്ട്. അപ്പോൾ അന്നത്തെ ഉച്ചഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ ഹോട്ടലിൽ അന്ന് സ്റ്റേ ആണ്. മറ്റ് പരിപാടികളൊന്നും അന്ന് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തിട്ടില്ല. ഹോട്ടൽ പരിപാടികളൊന്നുമില്ല, വിശ്രമമാണ്. കാരണം തൊട്ടടുത്ത ദിവസം ദീർഘദൂര യാത്രയാണ് ഞങ്ങൾക്ക് ബസ്സിൽ നടത്തേണ്ടത്. അതായത് 800 മൈൽ യാത്ര. ഇസ്രായേലിൽ നിന്ന് ഈജിപ്തിലേക്കുള്ള പോകാനുള്ള യാത്ര 800 മൈലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് കൂടിയാണ്, മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ് കൂടിയാണ് ഞങ്ങളന്ന് ഉച്ചകഴിഞ്ഞ് പരിപാടികളൊന്നും വേണ്ടെന്ന് വെച്ചത്. വേണമെങ്കിൽ ഉച്ചകഴിഞ്ഞ് പുറത്തോട്ടിറങ്ങിയ കടൽ തീരം ഇതൊക്കെ ഉണ്ട്, കുറച്ചൊക്കെ കടൽ തീരത്ത് കൂടെയൊക്കെ പോയി. രാത്രിയിൽ അവിടെ വലിയ പ്രോഗ്രാംസുകളൊക്കെ നടക്കുന്നുണ്ട്, ഞങ്ങൾ അതിനകത്തൊന്നും പോയില്ല. പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ബസ്സിൽ യാത്രയ്ക്കായി പുറപ്പെട്ടു. അപ്പോൾ ഈ ഗൈഡും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അദ്ദേഹത്തെ ഇനി എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളത് പോകുന്ന വഴിക്ക് ഈ അടുത്ത ദിവസത്തെ സംഭവ വിവരണത്തിൽ ഞാൻ നിങ്ങൾക്ക് വിവരിക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ യാത്രാവിവരണം സംഭവമായിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ അവതരിച്ച് യാത്രാവിവരണം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.